സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കൊതിച്ച ആ ബീട്രൂട്ട് ഹൽവ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ മുതലേ എന്തായാലും അതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടേ ഉള്ളൂ എന്ന് ഞാനും കരുതി. അപ്പോൾ റെസിപ്പി നോക്കാം. അതിനായി ഒരു 3 ഇടത്തരം ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം. ഇതുപോലെ. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കാം. ഇനി ഒരു ബൗളിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുത്ത് ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. മധുരത്തിന് ആവശ്യത്തിന് ഒരു ചെറിയ ഉരുള ശർക്കര പാനിയാക്കി ഇതും കൂടെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ച് നെയ്യും ചേർത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കായി നെയ്യും ചേർത്ത് പാനിൽ നിന്നും ഇതേപോലെ ഒറ്റ കട്ടയായിട്ട് വിട്ടുവരുന്ന ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ നെയ്യ് തടവി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്ത് ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒരു 30 മിനിറ്റിന് ശേഷം ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.